തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മത്സര ചിത്രം പൂർണ്ണമായതോടെ വോട്ടെടുപ്പിനുള്ള അംഗം മുറുകുകയാണ്. വാശിയേറിയ പ്രചരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ദേശീയ തലത്തിലും പോരാട്ടം കടുക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ഈ സാഹചര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി വയനാട് ഉൾപ്പെടെ 4 മണ്ഡലങ്ങൾ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ ഈ മത്സര ചിത്രം അങ്ങ് പൂർണ്ണമാവുകയാണ്. ഇനി പോളിംഗ് ബൂത്തിലെത്താൻ 32 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഒപ്പം കോൺഗ്രസിന്റെയും BJPയുടെയും മറ്റ് ദേശീയ നേതാക്കളൊക്കെ കളത്തിലിറങ്ങിയുള്ള പ്രചരണ നീക്കങ്ങളാണ് നടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമമാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമായി ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. കോഴിക്കോടാവട്ടെ, കണ്ണൂരാവട്ടെ, കാസർഗോഡാവട്ടെ, ഇന്ന് മലപ്പുറത്ത് അങ്ങനെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള റാലികളും പൊതുയോഗങ്ങളുമാണ് ഇടതുമുന്നണി പ്രധാനമായും മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഇതിന് പിന്നാലെ 30-ാം തീയതി മുതൽ മുഖ്യമന്ത്രി പര്യടന പരിപാടികൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 60-ലധികം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഏപ്രിൽ 1-ാം തീയതി കേരളത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ വയനാട്ടിലെ പോരാട്ട മത്സര ചിത്രത്തിലും മറ്റൊരു മുഖമുണ്ടാകുന്നു എന്നാണ് സാഹചര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ കൂടി സംസ്ഥാനത്ത് എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ വീർട്ട വാശിയേറിയ ദേശീയ നേതാക്കൾ അണിനിരക്കുന്ന പോരാട്ട ചിത്രമായി കേരളം മാറുന്നു എന്നതാണ്. 32 ദിവസത്തെ ഇനിയുള്ള സസ്പെൻസ് എന്ത് എന്നതാണ് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ ഈ മണിക്കൂറുകളിൽ പരിശോധിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും BV അരുൺ ഉണ്ടാവും, ഒപ്പം തന്നെ ഡാൻ കുര്യനും ചേരുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത ഉള്ള കാര്യം, കോൺഗ്രസിൻ്റെ ഈ പ്രചരണ സമിതി യോഗം ചേരുന്നു എന്നതാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായ ഈ പ്രചരണ സമിതിയുടെ പ്രഥമ യോഗമാണ് ചേരുന്നത്. സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ആ തരത്തിലും ചർച്ച ചെയ്യപ്പെടും. ആലത്തൂരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടുകൂടി വിനേഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള ഇടങ്ങളിലെ രാഷ്ട്രീയം ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം BV അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുൺ, സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 32 ദിവസം കൂടിയാണ് ഇനി പോളിംഗ് ബൂത്തിലേക്കുള്ളത്. ഇടതുപക്ഷം സ്വീകരിക്കുന്ന തന്ത്രം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ മുഖ്യമന്ത്രിയിൽ ഊന്നിയുള്ള പ്രചരണ പരിപാടികളിലേക്ക് തന്നെയാണ് ഇടതുപക്ഷം CPM പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഈ പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെയും BJPയെയും കടന്നാക്രമിക്കുക എന്നൊരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കും എന്നത് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാവാം ആ നീക്കം. എന്താണ് ഇടതുമുന്നണിയുടെ ഇനി അങ്ങോട്ടുള്ളേക്കുള്ള 30-ലധികം വരുന്ന ദിവസങ്ങളെ അവരുടെ പ്രചരണ തന്ത്രം, രാഷ്ട്രീയ നീക്കം അതെങ്ങനെയാണ് അരുൺ? സജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പുറത്തേക്ക് ഒരു താരപ്രചാരകൻ ഇപ്പോൾ രാജ്യത്ത് CPM ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെയാകും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ പ്രചരണങ്ങൾ നയിക്കുക. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഊന്നി തന്നെയാകും ഇടതുമുന്നണി മുന്നോട്ട് പോവുക. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം, പ്രചരണ ആയുധം അത് പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ്. ആ വിഷയം തന്നെ സംസ്ഥാനത്തുടനീളം, അത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുറച്ചുകൂടി ശക്തമായി ഇടതുമുന്നണി ഉന്നയിക്കും. മുഖ്യമന്ത്രി നേരിട്ട് നമ്മൾ കണ്ടതാണ്. ഇന്ന് മലപ്പുറത്തേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. കോഴിക്കോട് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തു, കാസർഗോഡ് പങ്കെടുത്തു. അവിടെയൊക്കെ ഒരേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ച് UDF മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു നേതാക്കളും. അവരുടെ പ്രധാന പ്രചരണ ആയുധം അതുതന്നെയാകും. അഴിമതിരഹിത സർക്കാർ എന്ന അവകാശവാദമാണ് എക്കാലത്തും BJP പ്രത്യേകിച്ച് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ പൊളിച്ചുകൊണ്ടുള്ള ബോണ്ട് വിവാദവും മറ്റും ശക്തമായി ഉന്നയിക്കാനും ഇടതുമുന്നണിയുടെ തീരുമാനമുണ്ട്. ഈ 2 വിഷയങ്ങളിൽ ഊന്നിയാകും പൊതുവിൽ സംസ്ഥാനത്തെ പ്രചരണം. ഏറ്റവും പ്രധാനം പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ്. ആര് പറഞ്ഞാലും സംസ്ഥാനത്ത് പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് വീണ്ടും ശക്തിയായി പറയാൻ ധൈര്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഊന്നി തന്നെയാകും പ്രചരണം. അതിലൂടെ പരമാവധി എക്കാലത്തും അത്ര അടുപ്പമൊന്നും ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് CPM കാണിക്കാത്ത ന്യൂനപക്ഷ മേഖല ജനങ്ങളോട് കഴിഞ്ഞ കുറച്ചു നാൾ അവർ അടുത്തു വരുന്ന വിലയിരുത്തൽ CPM അവരെ കൂടുതൽ അടുപ്പിക്കാൻ അതുവഴിയുള്ള പരമാവധി വോട്ട് സമാഹരണത്തിലാണ്. കോൺഗ്രസ് അല്ല BJPക്ക് ബദൽ. കേരളത്തിലെങ്കിലും CPM ആണ് ബദൽ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJP കടന്നാക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള പാർട്ടി CPM ആണ്, ഇടതുപക്ഷമാണ്. ലോക്സഭയിലും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് പരമാവധി സ്ഥാനാർത്ഥികൾ MP-മാർ ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹമാണ് ഇടതുമുന്നണി നേതൃത്വം. അത്തരമൊരു തന്ത്രമാണ് ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.